വെനിസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്, അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിൽ എവിടെയൊക്കെയാണ് പാളിച്ച നടത്തിയത്, എത്ര ഷോർട്ടായ രീതിയിലാണ് അമേരിക്കയ്ക്ക് ഇത് സാധിച്ചത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ശേഷം ഏറെക്കുറെ വൻ സുരക്ഷാ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് നിക്കോളാസ് മദുറോ എന്ന് പറയുന്നത്. ജനുവരി മാസം 3-ാം തീയതിയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നത്. 1989 പനാമ പ്രസിഡൻ്റായിരുന്ന മാനുവൽ നാരിയോയെ സമാനമായ രീതിയിൽ അമേരിക്ക തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. 2003 സദ്ദാം ഹുസൈനെ അമേരിക്ക പിടികൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാമ്പുറം സൈനികപരമായിരിക്കുന്ന ബലക്ഷയമോ ചോർച്ചയോ ഒന്നുമല്ല, പകരം ഒറ്റുകൊടുത്തതാണ് എന്ന് ചുരുക്കം. നിക്കോളാസ് മദുറോയുടെ സൈനിക സംവിധാനത്തിൻ്റെ ബലം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. പ്രസിഡൻഷ്യൽ ഗാർഡ് എന്ന് പറയുന്ന സംവിധാനം 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ ഉണ്ടാവും. ക്യൂബൻ സുരക്ഷാ സ്വാധീനവുമായിട്ട് ബന്ധപ്പെട്ട ചില മിലീഷ്യ വിഭാഗങ്ങൾ ഇതിനെ അനുഗമിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. മിറോഫ്ലോറസ് ക്ലോസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ പ്രത്യേകമായ രീതിയിൽ സുരക്ഷാ കവചം ഒരുക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കാറുണ്ട്. വെനിസുലൻ രഹസ്യാന്വേഷണ ഏജൻസി, CIA പോലെയുള്ള ആഭ്യന്തര ഇൻ്റലിജൻസ്, സൈന്യത്തിനുള്ളിലെ വിശ്വാസ്യതയ്ക്ക് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്ന പുതിയ സംവിധാനം എന്ന് വെച്ചാൽ സൈനികർക്കിടയിൽ എന്തെങ്കിലും രഹസ്യമായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് രാജ്യം അട്ടിമറിക്കുകയോ പ്രസിഡന്റിനെ പിടികൂടാനുള്ള പ്രസിഡന്റിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യ കാര്യങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിശ്വസ്തരായിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം സൈനികർക്കിടയിൽ, അതായത് പേഴ്സണൽ ട്രൂപ്പായിരിക്കുന്ന പ്രസിഡന്റിനെ സംരക്ഷിക്കേണ്ട സൈനികർക്കിടയിൽ അവർ പോലും അറിയാതെ നിയമിച്ചിട്ടുണ്ട്. അട്ടിമറി സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള പുതിയ സംവിധാന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അടിസ്ഥാന തൂണുകൾ, അതായത് കര, നാവിക, വ്യോമ, നാഷണൽ ഗാർഡ് നിരീക്ഷണ സംവിധാനമുണ്ട്. കര, നാവിക, വ്യോമ എന്ന് പറയുന്ന ഒരു എല്ലാ രാജ്യത്തുമുള്ള സംവിധാനത്തിനിടയിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ട്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ രഹസ്യ കാര്യങ്ങൾ എന്തെങ്കിലും ചോർന്നു പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്ന് ചുരുക്കം. അങ്ങനത്തെ ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ അനുകൂല പേഴ്സണൽ ഗ്രൂപ്പ്, അത് പ്രത്യേകമായ രീതിയിൽ രാജ്യത്തിലെ വ്യത്യസ്ത മേഖലകളിലും പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ സംവിധാനത്തിൻ്റെ ചുറ്റുഭാഗത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. ബഹുപാളി സുരക്ഷാ സംവിധാനം എന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ പ്രവർത്തിക്കുന്നുണ്ട്. സൈന്യം, രഹസ്യാന്വേഷണം, സിവിലിയൻസ്, മിലീഷ്യ, വിദേശ പിന്തുടർച്ചാ കവചം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിനാൽ പെട്ടെന്ന് വിദേശ രാജ്യം കടന്നു കയറി പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ചുരുക്കം. അതായത് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആകാശം വഴിയാണെങ്കിലും ഭൂമി മാർഗമാണെങ്കിലും കടൽ മാർഗമാണെങ്കിലും അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് പരിശോധിച്ചിട്ട് ബന്ധപ്പെട്ടതിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഈ വെനിസുലൻ പ്രസിഡന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു സംവിധാനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് അവിടുത്തെ മാധ്യമ മീഡിയകൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. വല്ലാത്ത രീതിയിൽ പൊലിപ്പിച്ച് എഴുതാനോ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതാനോ പറ്റുകയില്ല. അതുകൊണ്ട് ഏറെക്കുറെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുന്ന സമയത്തും ഉണ്ടായതിനു ശേഷവും ഇത്ര എളുപ്പത്തിൽ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം നൽകുന്ന ഉദ്യോഗസ്ഥർ തന്നെ വളരെ കൃത്യതയോടുകൂടി ഇദ്ദേഹത്തിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഓരോരോ ദിവസവും ഈ പ്രവർത്തിക്കുന്ന രീതികളും മേഖലകളും, അതായത് അവരുടെ ഗാർഡനിലെ പൂന്തോട്ടക്കാരനെ പോലും ഇപ്പോൾ സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം പൂന്തോട്ടം സന്ദർശിക്കാറുണ്ട്. അതേപോലെ തന്നെ പെറ്റ്സുകളുണ്ടാവും. ഈ മൃഗങ്ങളൊക്കെ ചെറിയ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന രീതിയിലുള്ള സംവിധാനം ആൾക്കൊണ്ട് അതൊക്കെ വല്ലപ്പോഴും ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ അതിനടുത്തൊക്കെ സന്ദർശനം നടത്താറുണ്ട്. ഇത് പോലും ചോർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ നിത്യജീവിതത്തിൽ അദ്ദേഹം കാലത്ത് കഴിക്കുന്ന ഭക്ഷണം എന്താണ്, ഉച്ചയ്ക്ക് എന്താണ്, അതിനിടയിൽ റെസ്റ്റ് എപ്പോഴാണ്, എവിടേക്കൊക്കെയാണ് പോകാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പേഴ്സണൽ ട്രൂപ്പിൻ്റെ ഡയറി പോലും
ചോർന്നു പോയ രീതിയിലാണ് ഓരോരോ നിമിഷവും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചത് എന്ന് ചുരുക്കം. അഥവാ അമേരിക്ക പ്രത്യേകിച്ച് പണികളൊന്നും എടുത്തിട്ടില്ല, അവർ വെടിപൊട്ടിയിട്ടില്ല. നമ്മളത് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ എന്തെങ്കിലും ഈ സ്ഫോടന കാര്യങ്ങൾ നടന്നിട്ടില്ല. നടന്ന സ്ഫോടനം എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ബിൽഡിങ്ങിൻ്റെ അകത്ത് ശക്തമായിരിക്കും സ്ഫോടനം നടത്തിക്കൊണ്ട് ഈ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ ഉദ്വേജകം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി എന്നത് മാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികർ വരുന്നു, ഒരു സാധാരണ പ്രതിയെ പോലെ അവിടുത്തെ സ്പേഴ്സൽ ട്രൂപ്പ് അയാളെ പിടിക്കുന്നു, ഇയാളെ കയ്യിലേക്ക് കൊടുക്കുന്നു, വലിച്ചയച്ചു എന്നൊക്കെ ചില റിപ്പോർട്ട് പറയുന്നത്. ഏതായിരുന്നാലും ഈ കാര്യങ്ങൾ കൃത്യമായി ഇത് പറഞ്ഞതുകൊണ്ടാണ്. പിടിച്ച സമയത്ത് തന്നെ കെട്ടിയിട്ടുണ്ട്. കണ്ണ് കെട്ടിയത് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ തന്നെ അപ്പം തന്നെ കണ്ണ് കെട്ടിച്ചു. കാരണം ഇതിന് പിന്നാലെ പ്രവർത്തിച്ച ആരാണെന്ന് അയാൾ പോലും അറിയരുത്. ഭാര്യ പിടിച്ചതും അതിനാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇത് സാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച വരുന്നു. അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, രാജ്യ സുരക്ഷാ രംഗം അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ സംവിധാനങ്ങൾ ചോർന്നു. സൈന്യം അമേരിക്കക്ക് വെനിസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കണ്ണ് കെട്ടി പിടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, കൊട്ടാരത്തിൻ്റെ പുറത്ത്, അദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ പുറത്ത് ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ തന്നെ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ ഞെട്ടി. ഇതിപ്പോൾ ആകാശത്തു നിന്നുള്ള സ്ഫോടനമാണോ നേരിട്ട് സൈന്യം ഇറങ്ങിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടായി. ഇത് ഏകദേശം അവിടുത്തെ സമയം, വെനിസ്വേലയുടെ സമയം രാത്രി 2:30 എന്ന് പറയപ്പെടുന്നത്. 2 മണി കഴിഞ്ഞ് 2:30 ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. സുരക്ഷാ മേഖലയിൽ ഈ കിടന്നുറങ്ങുകയാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത്, പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഈ ശബ്ദം കേട്ടതോടുകൂടി പിന്നീട് സുരക്ഷാ ബങ്കറുകളിലേക്ക് ഇവർ ഓടി. ഒരാൾ അകത്ത് കയറി എന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള ബങ്കർ എന്ന് പറഞ്ഞാൽ അത് ബോംബ് സ്ഫോടനത്തെ തകരാത്ത വിധം സംവിധാനം ഒരുക്കി 2018 ശേഷം നിർമ്മിച്ചതാണ് എന്ന് പറയുന്നു. ഈ ബങ്കറിലേക്ക് ഓടുന്ന സമയത്ത് പിടികൂടപ്പെട്ടു പ്രസിഡന്റിനെ. പിടികൂടിയ സമയത്ത് തന്നെ അപ്പം തന്നെ കണ്ണ് കെട്ടി അപ്പം തന്നെ വീണ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ കാല് പിടിച്ച് വലിച്ച് ഏച്ചിട്ടാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഭാര്യയും പിടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന സമയത്ത് ഈ പിറകിലാണ് ഭാര്യ വന്നത്. അദ്ദേഹം അകത്ത് കയറി വാതിലടക്കാൻ ശ്രമിച്ചു. ഭാര്യ കയറിയതോട് ഉടനെ തന്നെ അപ്പത്തിന് അമേരിക്കൻ സൈനികർ വന്നു, ഉന്തി തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചുകൊണ്ട് ഈ വാതിൽ പൊളിച്ച് മാറ്റിയിട്ട് ആളെ പിടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അമേരിക്കയുടെ സൈന്യം എത്തിയത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഡ്രില്ലിംഗ് മെഷീൻ പോലെയുള്ള ഒരു വലിയ സുരക്ഷാ റൂമുണ്ടെന്നും അതിൻ്റെ പുറത്താണ് താമസിക്കാറുള്ളത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അകത്തേക്കാണ് പോകാറുള്ളത് എന്നുള്ള, അതായത് അടുക്കള രഹസ്യം പോലും അമേരിക്കക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടി കൂടെ ഉള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഗാർഡൻ പോലും യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയ്ക്ക് വളരെ സൂക്ഷ്മതമായ രീതിയിൽ ഓരോരോ നിമിഷത്തെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി തന്നെ അമേരിക്കക്ക് വിവരങ്ങൾ കിട്ടിയിരുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഥവാ സൈക്കോളജിക്കൽ വാർഫെയർ നെറേറ്റീവാണ് അവിടെ നടത്തിയത് എന്ന്. കണ്ണ് കെട്ടിയത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ എത്തുന്നത് എന്ന് ചുരുക്കം. അകത്തള വഞ്ചന എന്ന പരാമർശം ഈ സ്റ്റാർ GPT ഒക്കെ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചാറ്റ് GPT ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന്, ഫോൺ നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്തു. അതൊക്കെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്നതാണ്, ഈ ഒരുപാട് സമയം ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തിയല്ല. കമാൻഡർ ചാനലുകൾ നിശ്ചലമാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ കമാൻഡർമാർ അവരുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിശ്ചലമായി പോയി. വ്യാജ ഉത്തരവുകൾ, തെറ്റായ അലർട്ടുകൾ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. ഇതിപ്പോൾ എന്താണ് എന്നുള്ളത് പറയാൻ പറ്റാത്ത വ്യാജ ഉത്തരവുകൾ എന്ന് പറഞ്ഞാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മറ്റു ഭാഗത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ഉത്തരവ് നൽകിയെന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. നിശ്ചയിക്കപ്പെട്ട സ്ഥലപരിധിയിൽ നിന്ന് മാറണം, അതല്ലെങ്കിൽ ആയുധം കൊണ്ട് ആക്രമിക്കരുത്, അങ്ങനത്തെ പല നിർദ്ദേശങ്ങൾ, തെറ്റായ നിർദ്ദേശങ്ങൾ പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ആക്രമണരഹിത സുരക്ഷ തകർന്നു എന്നുള്ള, അക്രമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ സംവിധാനവും, അതായത് അക്രമമില്ലാത്ത സുരക്ഷാ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അഥവാ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, ഈ പ്രസിഡന്റ് താമസിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗമുള്ള സൈനികരുടെ കൈകളിൽ
ആയുധമില്ലാത്ത ഒരു സംവിധാനം പ്രകടമായി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയെന്നുള്ളതാണ്. അത് ഫോൺ നെറ്റ്വർക്ക് ബ്ലോക്കാക്കിയത്, കമൻറ്റ് ചാനലുകളിൽ നിശ്ചലമാക്കിയത്, വ്യാജ ഉത്തരവുകളും തെറ്റായ അലർട്ടുകളും ഒക്കെ പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് പെടും. അടുത്തത്, സ്ഫോടനം നടത്തി. ശക്തമായിരിക്കുന്ന സ്ഫോടനം വെനിസ്വേലയുടെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്, കറക്കസിൻ്റെ പല ഭാഗങ്ങളും നടന്നിട്ടുണ്ട്. അത് അവർ സ്ഫോടനം നടത്തിയത് എങ്ങനെയാണ്? ശൂന്യമായ കെട്ടിടമാണ് ഏറ്റവും കൂടുതൽ ഈ ആക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഉപേക്ഷിച്ച സൈനികരുടെ ആസ്ഥാന മന്ദിരങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. റഡാർ ടവറുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രിത സ്ഫോടനങ്ങളായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ 4-ലധികം സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്ന് അതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും മരണപ്പെട്ട റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയയിൽ പോലും കാണാൻ വേണ്ടി സാധിക്കില്ല. വെനിസ്വേല നിയന്ത്രിതമായിരിക്കുന്ന പത്രമാധ്യമ വിഷയമാണ് എന്ന് നമുക്ക് കരുതാം. എന്നാൽ മറ്റുള്ള BBC ആണെങ്കിലും റോയിട്ടേഴ്സ് ആണെങ്കിലും ABC ചാനലുകളാണെങ്കിലും ഇവർക്കൊക്കെ ആ റിപ്പോർട്ട് തയ്യാറാക്കി എഴുതാൻ വേണ്ടി സാധിക്കും. അതവർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ മരണം നടന്നിട്ടില്ല, പരിക്കേറ്റിട്ടില്ല. നടത്തിയതൊക്കെ ശൂന്യമായിരിക്കുന്ന കെട്ടിടത്തെ ലക്ഷ്യമാക്കിയിട്ട് നിയന്ത്രിതമായിരിക്കുന്ന സ്ഫോടനം, ഒരാൾക്ക് പരിക്കില്ലാത്ത രീതിയിൽ. അതെന്തിനാ? ഭയപ്പെടുത്തുകയാണ്. ആരാ ഭയപ്പെടുത്തേണ്ടത്? പ്രസിഡന്റിനെയും പ്രസിഡന്റോടനുബന്ധിച്ചുകൊണ്ട് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യുന്ന സൈനിക വിഭാഗത്തെയും ഭയപ്പെടുത്താൻ വേണ്ടി ഈ സ്ഫോടനം നടത്തി എന്ന് ചുരുക്കം. അതിൽ അവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു നാടകമാണ്, ഒരു ഡ്രാമയാണ്. അതിന് പൂർണ്ണമായിരിക്കുന്ന സഹകരണം സൈനികർ നൽകിയിട്ടുണ്ട്. അതായത് സുരക്ഷാ സൈനികർ അടക്കമുള്ള വിഭാഗം. നമ്മളിപ്പോൾ ഈ സൈനികരുടെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറഞ്ഞു. ഈ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഒരു അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സിന് ഈ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകുക എന്ന് പറയാൻ അസാധ്യമായിരിക്കുന്ന കാര്യം. സ്വപ്നത്തിൽ പോലും അങ്ങനെ സംഭവം നടക്കില്ല. യാഥാർത്ഥ്യം പോട്ടെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു മുറി പോലും ഏൽക്കാതെ, ഇതിനിടയ്ക്ക് 2 ഈ അമേരിക്കയുടെ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വെടികൊണ്ടിട്ടുണ്ട്, നിസ്സാര പരിക്കാണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയാം. അവർക്കൊരു വിരലിൻ്റെ അറ്റം പോലും മുറിഞ്ഞു പോയിട്ടില്ല, നഖത്തിൻ്റെ അറ്റം പോലും മുറിഞ്ഞു പോയിട്ടില്ല. കാര്യം റൂട്ട് ക്ലിയറാണ്. ഇന്ന സമയം 2:30 ആ സമയം രാത്രി തിരഞ്ഞെടുക്കുന്നു, ഇവരുടെ റൂട്ട് പറയുന്നു, തൊട്ടടുത്ത് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഹെലികോപ്റ്റർ ഉണ്ട്, ആ ഹെലികോപ്റ്ററിൻ്റെ തൊട്ടപ്പുറത്ത് വിമാനമുണ്ട്, അതും അമേരിക്കയുടെ എയർബേസിൻ്റെ വിമാനങ്ങളുണ്ട്. എല്ലാ സംവിധാനം റൂട്ട് ക്ലിയറാണ്. അപ്പോൾ ഇദ്ദേഹം പോകുന്നത്, ഇത് അന്ന് ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹം വസ്ത്രം എടുക്കുന്നത്, അദ്ദേഹം രാത്രി കിടക്കാൻ വേണ്ടി പോകുന്നത്, കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നത്, പിറ്റേ ദിവസമുള്ള റൂട്ട്, ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള റൂട്ട്, ഇതെല്ലാം കൃത്യമായ രീതിയിൽ അദ്ദേഹം തൊട്ടടുത്ത സൈനികരോട് പറയുന്നത് പോലും അമേരിക്ക പിടിക്കപ്പെട്ടു. വയർലെസ് വഴിയായിട്ടോ അതല്ലാതെ പിടിക്കപ്പെട്ടു. വളരെ കൃത്യമാണ്. മാത്രമല്ല ഇതിൽ പുറത്ത് വരുന്ന വിവരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ലൈവായ രീതിയിൽ ട്രംപ് നോക്കി കണ്ടു എന്നുള്ളതാണ്. അത് ട്രംപല്ല ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? അതേപോലെ പറയുന്നത് ഞങ്ങൾ അയാളെ പിടികൂടിയിരിക്കുന്നു, പിന്നെ പറയുന്നത് ഞങ്ങളുടെ ആ പ്രദേശത്തു നിന്ന് മാറ്റിയിരിക്കുന്നു, പിന്നീട് ആ പ്രദേശത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു, പിന്നെ രാജ്യത്തേക്ക് മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുന്നു. ഒരു 4 ഘട്ടമുള്ള അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ലൈവായ രീതിയിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് നമ്മൾ പറയുന്ന കാര്യം. ഇതിൽ ഇങ്ങനെയാണ് അതിൽ ChatGPT പറയുന്നത്, അകത്തള വഞ്ചന കണ്ണ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ കൃത്യതയോടുകൂടി ഒറ്റിക്കൊടുത്തു എന്ന് ചുരുക്കം.